ഋതികേ, ശയനപ്രദക്ഷിണം പൂർത്തിയായാലല്ലേ നിന്റെ പ്രാർത്ഥനയ്ക്കും നേർച്ചയ്ക്കും ഫലം ഉണ്ടാവും. രമ്യത് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? മാഡം, പ്രതാപ, നീ കയറി തൊഴുതോ. അല്ല, അംബികാമ്മയുടെ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ക്ഷേത്രത്തില്? രാജുവും ഋതികയും ക്ഷേത്രത്തിൽ വരുന്ന കാര്യം നീ എന്താ എന്നെ ഇൻഫോം ചെയ്യാതിരുന്നേ? അതിനവര് ക്ഷേത്രത്തിൽ വരുന്ന കാര്യം ഞാൻ അറിഞ്ഞോ? പിന്നെ നിനക്കെന്താ വീട്ടിൽ പണി? ദേ രമ്യേ, എപ്പോഴും നിന്റെ ഒരു കണ്ണ് അവരുടെ മേൽ വേണം. മടി കാട്ടിയാലേ നിന്റെ മനസ്സിലെ ആഗ്രഹം ഒന്നും നടക്കില്ല, ഞാൻ പറഞ്ഞേക്കാം. എനിക്കൊരു മടിയുമില്ല. ഋതികയെ ശരിക്കൊന്ന് വെള്ളം കുടിപ്പിക്കാനുള്ള മാർഗവേ എന്റെ മുമ്പിൽ തെളിഞ്ഞിട്ടുണ്ട്. അതൊന്നും അംബികാമ്മേടത്തോട് പറയാനാ ഞാൻ ഫോൺ ചെയ്തത്. ആണോ? കൊള്ളാലോ. അല്ല, എന്താ സംഭവം? രാജുവിന്റെ ഒപ്പേ വീട്ടിലേക്കുള്ള വരവേ അത്ര ഇഷ്ടമില്ലാത്ത ഒരാളെ ഋതികയുടെ സ്വർണത്തിന്റെ മതിപ്പ് കാണിച്ച് ഞാൻ കൊതിപ്പിച്ചിട്ടുണ്ട്. ആരെ? രാജുവിന്റെ ചേച്ചി പ്രിയെ. പ്രിയെ വിവാഹം ചെയ്തു കൊടുത്ത ജയനെ സ്ത്രീധനത്തുക മുഴുവൻ കൊടുക്കാത്തോണ്ടാണല്ലോ ഈ പ്രിയയ്ക്കും മകൾക്കും സ്വന്തം വീട്ടിൽ തന്നെ വന്ന് താമസിക്കേണ്ട അവസ്ഥ വന്നത്. ആവശ്യത്തിലേറെ പണവുമായി ഭർത്താവിന്റെ ഒപ്പം ജീവിക്കണമെന്നേ പ്രിയയ്ക്കും ആഗ്രഹം കാണില്ലേ? ഓ, അങ്ങനെ. സാഹചര്യങ്ങളെ മനുഷ്യരെ കൊണ്ട് എന്തും ചെയ്യിക്കാൻ നിർബന്ധിതരാക്കും. ഋതികയുടെ ആഭരണങ്ങളോട് ഭ്രമം തോന്നാൻ പ്രിയയുടെ മനസ്സിൽ ചെറിയൊരു വിത്ത് ഞാൻ പാകിയിട്ടുണ്ട്. ആ വിത്തിപ്പോ അവളുടെ മനസ്സിലെ പടർന്ന് പന്തലിച്ചിട്ടുണ്ടാവും. കൊള്ളാം, മിടുക്കി. പ്രിയേ, ആ വല വീഴും. പക്ഷെ ചിറകിട്ടടിക്കാൻ പോകുന്നതേ ഋതികയായിരിക്കും. അപ്പൊ ഇതാണ് ചെക്കന്റെ അനുജത്തി. വാ മോളെ, എങ്കിൽ സമയം കളയണ്ട, നമുക്ക് വീട്ടിലേക്ക് പോ. അല്ല, നിങ്ങൾ എവിടുന്നാ? ഞാൻ സേതു, ഇവിടെ ടൗണിൽ ഒരു മാരേജ് ബ്യൂറോ നടത്തുന്നുണ്ട്. ഇത് പിള്ളച്ചേട്ടൻ, ഇടശ്ശേരിയിൽ വലിയ വ്യാപാരിയാ. പിള്ളച്ചേട്ടൻ ഒരേ ഒരു മോള് ദീപ്തി. നമ്മുടെ രുക്മിണി ചേച്ചിയുടെ മോനുമായിട്ട് പിള്ളച്ചേട്ടന്റെ മോളുടെ കല്യാണം ഒന്ന് പറഞ്ഞുറപ്പിക്കാൻ വേണ്ടി വന്നതാ. അതൊന്ന് സംസാരിച്ചുറപ്പിക്കാൻ വേണ്ടി വന്നതാ. അല്ല, അതെങ്ങനെ ശരിയാവും?
എന്താ എന്തേലും പ്രശ്നമുണ്ടോ? ഏയ് പ്രശ്നോ? എന്ത് പ്രശ്നം? പിള്ളച്ചേട്ടാ, രുക്മിണി ചേച്ചി പറഞ്ഞ വീട്ടുകാർ ഇവരാണെന്ന് തോന്നുന്നു. ദേ, ആ പെണ്ണ് കരയുന്ന കണ്ടില്ലേ? അപ്പോ നിങ്ങളെല്ലാം അറിഞ്ഞിട്ടാണോ ആലോചനയായിട്ട് വന്നത്? അറിയേണ്ടതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാ അവരിങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇനി രാധയുടെ വക വിശദീകരണമൊന്നും വേണ്ട. വേണോ ബ്രോക്കറെ? ഏയ് വേണ്ട വേണ്ട. തനിക്ക് ഇവിടെ എത്തിയപ്പോ എന്നെ ഫോണിൽ വിളിക്കായിരുന്നല്ലോ. ഞാൻ വിളിച്ചിരുന്നു, ചേച്ചി ഫോൺ എടുത്തില്ല. ശരി, വാ വീട്ടിലേക്ക് പോ. രുക്മിണി, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ്. എന്റെ മോളുടെ കണ്ണീര് കണ്ടില്ലെന്ന് നടിക്കരുത് രുക്മിണി. പ്രശ്നങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തീർക്കാൻ രുക്മിണിയമ്മേ. ഇവരുടെ സ്നേഹം അംഗീകരിച്ച് അത് നടത്തി കൊടുക്കാന്ന് നമ്മള് വാക്കു കൊടുത്തതല്ലേ? എന്നിട്ടിപ്പോ ഹരീഷിന് വേറൊരു പെൺകുട്ടിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നത് ന്യായാണോ? ന്യായോ അന്യായോ ഒന്നും നിങ്ങളെന്നെ പഠിപ്പിക്കണ്ട. പറഞ്ഞ വാക്ക് പാലിക്കാതെ കൂറുമാറിയത് നിങ്ങളാണ്. മന്ത്രിയുടെ മകളെ കണ്ടപ്പോ നിങ്ങളുടെ മകൻ എന്റെ മകൾക്ക് കൊടുത്ത വാക്ക് മറന്നു. എന്റെ മോൻ എനിക്കിഷ്ടമുള്ള പെണ്ണിന്റെ കഴുത്തിൽ താലി കിട്ടും. നിങ്ങൾ വന്നേ. വാ.